ചോറിന് കറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന മുരിങ്ങക്കായ തക്കാളി പുളിങ്കറിയാണ്. ഇതിന് തേങ്ങ വേണ്ട, മല്ലിപ്പൊടി മാത്രം മതി. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. 2 മുരിങ്ങക്കായ, 2 തക്കാളി, ഒരു 6 പച്ചമുളക്. ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് 2 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് ചൂടാക്കിയെടുക്കാം. കരിയരുത്, മണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനു മുൻപായി നമ്മൾ വേവിച്ച് കൊണ്ടിരിക്കുന്ന കറിയിലേക്ക് 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കണം. തക്കാളിയെല്ലാം വെന്ത് ഉടയണം. ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ പ്രത്യേകം ചേർക്കണം. ഉലുവയാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഉലുവ, കടുക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി, ഒരു 6-7 അല്ലി ചെറിയുള്ളി അരിഞ്ഞ് ചേർക്കാം. കറിവേപ്പില കൂടി ചേർത്ത് വറുത്ത് ഈ കറിയിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉള്ളിയുടെ സ്മെല്ലെല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതിനധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, മല്ലിപ്പൊടി മാത്രം മതി.